മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് കുറച്ചൊരു വിഷമമുള്ള കാര്യമാണ്. ഞാൻ ബിഗിനറായ സമയത്ത് വളരെയധികം വിഷമിച്ചതാണ്. പക്ഷേ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സെൻറ്റൻസ് എടുത്ത് ടെൻസിലൂടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഓക്സിലറി വെർബ് ബൈ ഡു എടുത്ത് നോക്കാം. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്നോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ സംസാരിക്കാറുണ്ടോ? അതിൻ്റെ നെഗറ്റീവ് ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ എന്നായി അതിൻ്റെ അർത്ഥം. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ? ഇനി അടുത്തത് ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡസൻറ്റ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ? ഡസൻറ്റ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ? അത് കഴിഞ്ഞ് അടുത്തത് ഡിഡ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിച്ചോ? ഡിഡിൻറ്റ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ലേ? ഡിഡ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിച്ചോ? ഡിഡിൻറ്റ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ലേ? അടുത്തത് വിൽ യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? വിൽ യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നാണ് അതിൻ്റെ അർത്ഥം. വോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ? വോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം. അതിൽ ആം, ഈസ്, ആർ ഉണ്ട്. ഇതിൽ മൂന്നാൾ വെച്ചിട്ട് നമുക്കൊന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കാം. ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. ആറിൻറ്റ് യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആറിൻറ്റ് യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഈസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണോ? അതായത് അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈസിൻറ്റ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈസിൻറ്റ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇനി ആം വെച്ചിട്ടാണ്. നമ്മളോട് ചോദിക്കില്ല, എന്നാലും നമുക്കത് നോക്കാം. ആം ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ആം ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? അടുത്തത് ആമിൻ്റെ നെഗറ്റീവ് ആമിൻറ്റ് ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? ഇങ്ങനെ ഇംഗ്ലീഷ് പറയാറില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആറിൻറ്റ് ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്നാണ് പറയേണ്ടത്. ആറിൻറ്റ് ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നാണ്. ആറിൻറ്റ് ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അടുത്തത് വാസ് വർ പാസ്റ്റ് കണ്ടിന്യൂസ്. വാസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് വാസിൻറ്റ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? വാസിൻറ്റ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അടുത്തത് അതിൻ്റെ പ്ലൂറലായ വേർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വേറിൻറ്റ് യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? വേർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വേറിൻറ്റ് യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അടുത്തത് വിൽ ബി ആണ്. അപ്പം വിൽ യു ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ? നമ്മൾ പറയാം നാളെ ഈ സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ? വിൽ യു ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ് അറ്റ് ദിസ് ടൈം ടുമോറോ? നിങ്ങൾ നാളെ ഈ സമയത്ത് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ? വോണ്ട് യു ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ് അറ്റ് ദിസ് ടൈം ടുമോറോ? വോണ്ട് യു ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ് അറ്റ് ദിസ് ടൈം ടുമോറോ? നാളെ ഈ സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ എന്ന്. അടുത്തത് നമുക്ക് നോക്കാം പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റിലെ ഓക്സിലറി വെർബാണ് ഹാവ്, ഹാസും. അപ്പോൾ ഹാവ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഹാവ് യു സ്പോക്കൺ ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടോ? ഹാവ് യു
സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടോ? അതിൻ്റെ നെഗറ്റീവോ ഹാവിൻറ്റ് യു സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ലേ? ഹാവിൻറ്റ് യു സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ലേ എന്നർത്ഥം വരുന്നത്. ഇനി ഹാസ് വെച്ചിട്ടോ ഹാസ് ഷീ സ്പോക്കൺ ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടോ? ഹാസ് ഷീ സ്പോക്കൺ ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടോ? ഹാസിൻറ്റ് ഷീ സ്പോക്കൺ ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ലേ? ഹാസിൻറ്റ് ഷീ സ്പോക്കൺ ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇതിൻ്റെ പാസ്റ്റോ ഇതിൻ്റെ പാസ്റ്റ് ഹാവിൻ്റെ ഹാസിൻ്റെ പാസ്റ്റ് ഏതാണ്? ഹാഡ്. അതായത് പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ഹാഡ്. അതായത് ഹാഡ് യു സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഹാഡ് യു സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഹാഡിൻറ്റ് യു സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഹാഡിൻറ്റ് യു സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തതോ വിൽ ഹാവ്. വിൽ ഹാവ് എവിടെ ഉപയോഗിക്കാം? ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഉപയോഗിക്കാം വിൽ ഹാവ്. അപ്പോൾ വിൽ യു ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടാവുമോ? വിൽ യു ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടാവുമോ? വോണ്ട് യു ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടാവില്ലേ? വോണ്ട് യു ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടാവില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി മറ്റൊന്ന് PPC1 പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൽ ഹാവ് ബീൻ ഹാസ് ബീൻ ആണ് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങളൊരു മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നോ? എങ്ങനെ ചോദിക്കുക? ഹാവ് യു ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ 1 hour? ഹാവ് യു ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ 1 hour? നിങ്ങളൊരു മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഹാവ് യു ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ 1 hour? ഓക്കെ, അടുത്തത് ഹാസ് വെച്ചിട്ട് അവൾ ഒരു മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ? ഹാസ് ഷീ ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ 1 hour? ഹാസ് ഷീ ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ 1 hour? അവൾ ഒരു മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നോ? അവൾ ഒരു മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഹാഡ് PPC2 പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിലുപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഹാഡ് ബീൻ ആണ്. അപ്പോൾ ഹാഡ് യു ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ 1 hour? ഒരു മണിക്കൂറായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതിൻ്റെ നെഗറ്റീവോ ഹാഡിൻറ്റ് യു ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ 1 hour? ഒരു മണിക്കൂറായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഇത് നമ്മളെന്തായാലും ചെയ്ത് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടൂ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്റ്റക്കായി പോകും. സോ വി ക്യാൻ അവോയ്ഡ് സച്ച് കൈൻഡ് ഓഫ് ബാരിയേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് us while we speak in this language. So in my opinion, we must train our brain every day using one sentence like this. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനോട് WH ഫോംസ് ആഡ് ചെയ്യാം കേട്ടോ. അത് അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അതുകൂടെ മോഡൽ വെർബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ചെയ്തിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് എനിക്ക് കൂടുതൽ ഊർജ്ജം കിട്ടുക. ഓക്കെ, ബൈ.